രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 75 വയസ്സ്. 1948 ജനുവരി 30-നാണ് ലോകത്തെ മുറിപ്പെടുത്തിയ ആ രക്തസാക്ഷിത്വം. ബാപ്പു ലോകത്തിന് നൽകിയത് തൻ്റെ ജീവിതമാകുന്ന സന്ദേശമാണ്. അത് ലോകം കരഞ്ഞ ദിവസമാണ്. ഒരു രാജ്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച മഹാത്മാവിന്റെ നെഞ്ചു തുളഞ്ഞ ദിവസം. രാജ്യത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത് ഒരു മതഭ്രാന്തൻ. 1948 ജനുവരി 30 വെള്ളിയാഴ്ച ഡൽഹിയിൽ അൽ ഖുബർ റോഡിലെ ബിർള ഹൌസിൽ ബാപ്പുവിന് ഒരു സാധാരണ ദിവസം. വൈകിട്ട് 5 മണിക്ക് പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ഗാന്ധിജി സഹായി മനുവിന്റെയും കൊച്ചനന്തരവൾ ആഭയുടെയും തോളുകൾ ചാരി ബാപ്പു നടന്നുവരുന്നു. സമയം വൈകിട്ട് 5:17. ഗാന്ധിജിക്ക് തൊട്ടു മുൻപിലെത്തിയ മതഭ്രാന്തൻ ഗോഡ്സെ തുരുതുരെ നിറയൊഴിക്കുന്നു. ചോരവാർന്ന് പിന്നിലേക്ക് വീണ് ബാപ്പു. ഇന്ത്യ എന്ന രാജ്യം ഒരു മരണവീടാകുന്നു. ലോകം തലകുനിക്കുന്നു. രാജ്യത്തിനു വേണ്ടി ജീവിതമൊഴിഞ്ഞുവച്ച രാജ്യത്തിന്റെ ബാപ്പു 78-ാം വയസ്സിൽ രക്തസാക്ഷിയായി പിടഞ്ഞു വീഴുകയായിരുന്നു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എന്നും നിലകൊണ്ട ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് പുതിയ ദിശാബോധം നൽകി രാജ്യത്തെ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് നയിച്ച മഹാമനുഷ്യൻ. സ്വാതന്ത്ര്യാനന്തരം നവഖാലിയിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപത്തിനിടയിലൂടെ കൊല്ലരുതേ എന്ന് നിലവിളിച്ചോടി നടന്ന ബാപ്പു. ഗാന്ധിജി ഒരു ആശയമായിരുന്നു. തന്റെ ജീവിതമാണ് തന്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്നവണ്ണം അത്രമേൽ കളങ്കരഹിതമായ ജീവിതം. മതനിരപേക്ഷത ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് ആ ജീവിതം ഏറ്റവും വലിയ സന്ദേശമാണ്. അതെ, ഗാന്ധിജി എന്ന ബാപ്പു കാലങ്ങളെ അതിജീവിക്കുന്ന ഒരു സന്ദേശമാണ്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ലെന്ന്. രാജ്യത്തിന്റെ വെളിച്ചം കെട്ടു, ഇനി ഇരുട്ടു മാത്രമെന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു വിങ്ങിക്കരഞ്ഞത്. ബാപ്പുവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കേരള വിഷൻ ന്യൂസിന്റെ 100 കോടി പ്രണാമം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.